യെസ്, സർക്കിൾ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലെ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു വെക്കുക. ആൻസർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു വെക്കുക. ആൻസർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു വെക്കുക. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു വെക്കുക. ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ റേഡിയസ് എന്നുള്ളത് തന്നത് 10 സെന്റിമീറ്റർ. റേഡിയസ് എത്രയാണ് മക്കളെ? എത്രയാണ് റേഡിയസ്? 10 സെന്റിമീറ്റർ. എത്ര ഡിഗ്രിയിലാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്? ഒരു പോയിന്റിൽ എത്ര ഡിഗ്രിയിൽ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്? 18 ഡിഗ്രിയിൽ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. 18. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിൾ 18 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? എത്രയായിരിക്കും? 36. ഒപ്പം എഴുതിക്കോളൂ, പിന്നെ സമയം തരില്ല. ഒപ്പം എഴുതിക്കോളൂ 36. ഇനി നമ്മൾ 9th എന്ന് പഠിച്ചിട്ടുണ്ട്. ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഓഫ് ആർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ അല്ല, 2πr ഇൻറ്റു എക്സ് ബൈ 360. ഇക്വേഷൻ എഴുതി വെച്ചോളൂ. ഇക്വേഷൻ ഇതാണ്. ലെങ്ത് ഓഫ് ഇക്വേഷൻ ഇതാണ്. ലെങ്ത് ഓഫ് ആർക്ക്. ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എന്താണ് ഇക്വേഷൻ? 2πr ഇൻറ്റു എക്സ് ബൈ 360. ഇത് മനസ്സിലായോ ഇല്ലേ? ഇത് മനസ്സിലായോ ഇല്ലേ? ഇതിൽ തന്ന കാര്യങ്ങൾ ഞാനൊന്ന് എഴുതി വെക്കുകയാണ്. തന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ റേഡിയസ് തന്നിട്ടുണ്ടോ ഇല്ലേ? വാട്ട് ഈസ് റേഡിയസ്? വാട്ട് ഈസ് റേഡിയസ്? 10. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ടോ? സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് സെൻട്രൽ ആംഗിൾ? 36. ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ആൻസർ കിട്ടും. ഒന്ന് ചെയ്തു നോക്കൂ, വേഗം ചെയ്തു നോക്കൂ. 2 ഇൻറ്റു എഴുത്. 2 ഇൻറ്റു പൈ ഇൻറ്റു വാട്ട് ഈസ് ആർ? ആർ എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? ആർ എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 10 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്ര കൊടുക്കണം മക്കളെ? എക്സ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? ദാ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്? 36 അല്ലേ? ബൈ 360. ഇതിൽ ഏതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കൂ. ഏതാ കട്ട് ചെയ്യാൻ പറ്റിയ? 36ഉം കട്ട് ചെയ്യാം. സോ ആൻസർ എന്താ വരിക? ഒന്ന് പറഞ്ഞ 2 ഇൻറ്റു പൈ ഇൻറ്റു 10 അല്ലേ? 2 ഇൻറ്റു പൈ ഇൻറ്റു 10. 36 ഒരു 36 അല്ലെ? 360 എത്ര 36 ഉണ്ട്? 10 അല്ലേ? ഇവിടെ ഇത് 1, ഇവിടെയും 1, ഇവിടെ ഒരു 0 ഉണ്ട്. സോ ഇവിടെ വീണ്ടും ഇത് കട്ട് ചെയ്യാൻ പറ്റും. ഈ 10ഉം ഈ 10ഉം കട്ട് ചെയ്യാം. ആൻസർ എന്താ വരിക? 2π. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ലെങ്ത് ഓഫ് ആർക്ക് കാണാൻ വെരി സിമ്പിൾ ആയിട്ട് ഒരു പ്രാവശ്യം കൂടി മെല്ലെ എന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. എന്താ മക്കളെ ലെങ്ത് ഓഫ് ആർക്ക് കാണാനുള്ള ഇക്വേഷൻ? ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചോളൂ. എന്താ ഇക്വേഷൻ? 2πr ഇൻറ്റു ഇക്വേഷൻ പറയാം. 2πr ഇൻറ്റു എക്സ് ബൈ 360. r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. അത് എവിടുന്ന കിട്ടിയത്? ഇവിടെ ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിൾ ഉള്ളതാണ് തന്നിട്ടുള്ളത്. കാരണം ഒരു പോയിന്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിൾ ഉള്ളതാണെന്ന് മനസ്സിലാക്കണം. ഇത് 18 ആണ്. അപ്പൊ സെൻട്രൽ ആംഗിൾ എത്ര വരിക? 36. സോ ഇനി നിങ്ങളെ എക്സാമിന് ഇവിടെ എന്താ തെറ്റിക്കുക എന്നറിയോ? സെൻട്രൽ ആംഗിൾ എന്നുള്ളടത്ത് 18 എഴുതി വെക്കും. അപ്പൊ ആൻസർ തെറ്റും. മനസ്സിലായോ? യെസ്. സോ 36ൽ എത്ര 36 ഉണ്ട്? 1. ഈ താഴത്തെ 36ൽ ഒരു 36 ആണ്, പക്ഷെ അവിടെ ഒരു 0 കൂടി ഉണ്ട്. 10 ആയി. ഈ 10ഉം ഈ 10ഉം കൂടി കട്ട് ചെയ്തു. സോ ആൻസർ 2π എന്ന് വന്നു. വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. വേഗം പറഞ്ഞു കൊടുക്ക്.